വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ടൈറ്റിലിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പുറം ഭാഗമെല്ലാം നല്ലപോലെ മൊരിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പുറം ഭാഗം. അതുപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സ്പൈസി ആയിട്ടും ഉള്ളൊരു മസാലയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ മസാലയാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും റെസിപ്പിയിലേക്ക് സ്വാഗതം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. അപ്പോൾ അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുഴയും. അപ്പോൾ ശരിക്കും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴയ്ക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. എനിക്ക് പൊടി എടുത്തിരിക്കുന്ന ആ കപ്പിൽ ഒരു 1/2 കപ്പിൽ താഴെ വെള്ളം മാത്രമേ വേണ്ടി വന്നുള്ളൂ പൊടി ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഓയിൽ കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഉരുട്ടി ബോളാക്കി വെക്കണം. പിന്നെ ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വയ്ക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഞാൻ പറഞ്ഞ നേരത്തെ സ്പൈസി ആയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുക. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ശരിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക പാൻ നിറയെ. അതിനുശേഷം അതിലേക്ക് ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തതും 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. വല്ലാതെ വേവിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതും കറിവേപ്പിലയും ശരിക്കും ഒന്ന് വാട്ടിയെടുക്കാൻ പാകത്തിന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പിലയെല്ലാം ശരിക്കും ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ മിക്സിൻ്റെ കൂടെ ശരിക്കും ഒന്ന് യോജിപ്പായി കിട്ടണം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിൻ്റെ കൂടെ തന്നെ കളറിന് ആവശ്യമായിട്ട് കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി ശരിക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് തുറന്നിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഉള്ളി വാടി കഴിയുമ്പം അതിലേക്ക് ഞാൻ നേരത്തെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഒരു സവാളയ്ക്ക് ഞാനിവിടെ ഒരു വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ആണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം അതൊന്ന് ഉടച്ച് ആ മിക്സിൻ്റെ കൂടെ ശരിക്കൊന്ന് ഉടച്ച് ചേർത്ത് യോജിപ്പാക്കി എടുക്കുക. അതിനുശേഷം ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റിൽ ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം വേണം നമ്മൾക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതുവരേക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് ഈ പ്ലേറ്റിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ ഉടയാത്ത ഉരുളക്കിഴങ്ങെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കുഴച്ചുരുട്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവും നമുക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അപ്പോൾ നമ്മൾ ഈ മാവ് കയ്യിലെടുക്കുമ്പം ഒട്ടിപ്പോകാതിരിക്കാനായിട്ടാണ് കുറച്ച് വെള്ളം കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് ഇതിൽ നിന്നൊന്ന് കൈ കൊണ്ടെടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ കയ്യിൽ പെട്ടെന്ന് ഒട്ടും. അപ്പോൾ ഒട്ടാതിരിക്കാനായിട്ട് കയ്യിൽ വെള്ളം ചേർക്കുക. വിരലിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മസാല മിക്സിയിൽ നിന്നും ചെറിയൊരു ബോൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറിയൊരു ബോൾ പോലെ നമ്മൾ കൊഴുക്കട്ടയ്ക്കെല്ലാം ഉരുട്ടുന്ന ബോൾ പോലെ ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക. ഒട്ടും പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം കയ്യിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അതുപോലെ ഇങ്ങനെ ആദ്യത്തെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുട്ടിയെടുത്ത് നമുക്കിവിടെ ഒന്ന് മാറ്റി നീക്കി വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് മാവ് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ അവിടെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. കൈവച്ചിട്ട് ആദ്യം മാവ് എടുത്തിട്ട് കൈവച്ചിട്ട് പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പൊട്ടാതെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ആദ്യത്തെ ഇവിടെ ഇങ്ങനെ ഉരുട്ടി ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് ഒരു പാൻ
പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ ബോൾസും ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം എടുക്കും. അത് കട്ടിയുള്ള മാവായതുകൊണ്ട് തന്നെ ഒന്ന് മൊരിഞ്ഞൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പം വേണം ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. അധികം സമയം എണ്ണയിലിട്ടാൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ആദ്യത്തെ സൈഡ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും, കട്ടിയുള്ള മാവായതുകൊണ്ട്. ഉള്ളിലെ ഫില്ലിങ്ങുകളൊക്കെ വരട്ടിയെടുത്തേക്കുന്നതായതുകൊണ്ട് അതൊന്നും വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പുറം ഭാഗം ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം എടുക്കും. ഇത് ഫുള്ളൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഭാഗം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആവണം ഓരോ സൈഡും ഇതുപോലെ ഇത്രയും ആയി കഴിയുമ്പം വേണം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. ഇപ്പോൾ അതായത് എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ഒന്നായി കിട്ടാനായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ആകാത്ത സൈഡുകളെല്ലാം നമുക്ക് എണ്ണയിൽ ശരിക്കൊന്ന് മുരിച്ച് എടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ ഇത്രയും എല്ലാ സൈഡും ഒരുപോലെ മുരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാ സൈഡും ഒരുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ്, ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ റെസിപ്പി. നല്ല എളുപ്പത്തിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ ചായക്ക് പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ്. എല്ലാവരും ഇതുപോലൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുരിഞ്ഞിരിക്കുന്ന പുറം ഭാഗവും ഉള്ളിൽ സ്പൈസി ആയിട്ടിരിക്കുന്ന മസാലക്കൂട്ടും എല്ലാം കൂടെയും വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ പലഹാരത്തിന്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും. താങ്ക്